കൊള്ളാമേ, ഒരു പെണ്ണിന് വേണ്ടി നടത്തുന്ന കലാപരിപാടികൾ. നമുക്ക് വേണ്ടി എന്താ അച്ഛൻ ചെയ്തത് കവിതേ? വീട് വിട്ടുപോയ ഞാൻ തിരിച്ചു വന്നിട്ടും അച്ഛൻ ഇപ്പോഴും പഴയ ആള് തന്നെ. നിർത്തടി. 26 വർഷമായി കൂടെ ഇല്ലാത്ത മകളെ ഓർത്ത് ആ മനുഷ്യന്റെ കണ്ണ് നിറയാത്ത ദിവസങ്ങൾ കടന്നു പോയിട്ടില്ല. നീ ഞങ്ങളെ പകയോടെ അല്ലാതെ ഓർത്തിട്ടുണ്ടോ? നിനക്കൊരു കുഞ്ഞു പിറന്നപ്പോ അതിനെ ഒന്ന് കാണാനും കൊഞ്ചിക്കാനും ഒരുപാട് മോഹിച്ചു. നമുക്കതിനുള്ള ഭാഗ്യമില്ല വസുമതി എന്ന് നിറകണ്ണുകളോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കുഞ്ഞിനെ വന്നൊന്ന് കാണാൻ നീ സമ്മതിച്ചോ? ആകെ ഉണ്ടായിരുന്ന മകൻ മരിച്ചു. മൂത്ത മകള് വീട് ഉപേക്ഷിച്ചു പോയി. ഒരു മകള് വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുന്നു. മറ്റൊരു മകൾക്ക് ഒരു കുഞ്ഞു പോലും ഇല്ല. സങ്കടങ്ങളും വേദനകളും ഉള്ളിൽ ഒതുക്കിയ ആ മനുഷ്യനൊരു രോഗിയായത്. ആ മുഖം ഒന്ന് ചിരിച്ചു കണ്ടത് നിങ്ങളെല്ലാം ചേർന്ന് ഞങ്ങളുടെ 50ാം വിവാഹ വാർഷികം ആഘോഷിച്ചപ്പോഴാ. അതിന് നീ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ മാത്രം മകളും പേരക്കുട്ടിയും ഈ വീട്ടിലേക്ക് വന്നു. അമ്മ എന്തിനാ അത് പറയുന്നേ? ഇപ്പോഴത്തെ വിഷയം അതൊന്നും അല്ലല്ലോ. അമ്മ ആയിരുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവർക്കും വേണ്ടി ഒരു ജോലിക്കാരിയെ പോലെ അവള് വച്ചു വിളമ്പി. നിങ്ങളുടെ അച്ഛൻ വീണ് കിടന്നപ്പോ അദ്ദേഹത്തെ പരിചരിച്ചു. ശ്രീദേവിയുടെ അസുഖം ഭേദമാക്കി. ഒരു പരാതിയുമില്ലാതെ അവൾ ഓടി നടന്ന് എല്ലാ പണികളും ചെയ്തു. ഭക്ഷണമല്ലാതെ എന്താ അവക്ക് ഈ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്? എങ്ങനെയാണ് അവൾ ശ്രീകുട്ടിക്ക് ഭീഷണിയാവുന്നത്? ആര് പ്രസവിച്ച കുട്ടിയാണെന്ന് അറിയില്ല. അവൾ ഇവിടെ വന്ന ശേഷം ഈ വീടിന് ഐശ്വര്യമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങളുടെ അച്ഛൻ അങ്ങനെ വിശ്വസിച്ചു പോയത് ഒരു തെറ്റാണോ? സ്വന്തം കടമ ആദ്യം ചെയ്യണം കാഞ്ചനെ. എന്നിട്ട് മതി അച്ഛനെ കുറ്റവിചാരണ നടത്താൻ. സഹികെട്ടല്ലാതെ ആ മനുഷ്യൻ ശബ്ദിച്ചിട്ടുണ്ടോ? നിനക്ക് ജന്മം തന്ന മനുഷ്യനല്ലേ? ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇറങ്ങാം വല്ലേച്ചി. എത്രയും പെട്ടെന്ന് സൈറ്റിലെ പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്യണം. വല്യമ്മേ, സ്ഥലമായോ? സ്ഥലം ആയില്ല മോളെ, ഇനിയും പോണം. ശരി, എത്തുമ്പോ പറയാം. അതെ, പ്രകൃതി ഭംഗി ആസ്വദിക്കാനല്ല ദിനേശ നമ്മൾ ഇവിടേക്ക് വന്നത്. നടുവൊന്ന് നിവർക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അവള് പോയ വണ്ടി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നീ സമാധാനപ്പെട്. ഹെയർ പിൻ വളവുകൾ കുറെ കയറുമ്പോ ആ വണ്ടിയുടെ പിന്നെ നമ്മുടെ പടക്കുതിര എത്തില്ലേ? ഞാനിപ്പോ വരാം. ഇത് പടക്കുതിരയാണത്ര. കേറ്റം വലിഞ്ഞാ കേറുന്നു. നല്ല വണ്ടി വാങ്ങിക്കണമെങ്കിലേ കയ്യിൽ കാശ് വേണം. അമ്മൂനെ ഇല്ലാതാക്കാൻ കവിതയും ഗൗതവും തിടുക്കം കൂട്ടുന്നത് അമ്മൂന് അവളുടെ വിവാഹകാര്യം അറിയാവുന്നതുകൊണ്ടാവും. എങ്ങനെ അവൾ അതൊക്കെ മനസ്സിലാക്കുന്നതെന്നാ പിടികിട്ടാത്തത്. ശ്രീകുട്ടിയുടെ കാര്യം പറഞ്ഞ് വലിയച്ചേ കവിത കയ്യിലെടുത്തു. അമ്മു ഇല്ലാതെ വേണ്ടത് ഇതുകൊണ്ടൊന്നും അല്ലാന്നുള്ള കാര്യം ഇവർക്കാർക്കും അറിയില്ല. എന്ത് കാരണം കൊണ്ടായാലും
ആ പെണ്ണും മംഗലശ്ശേരി കുടുംബത്തിനൊരു ഭീഷണി തന്നെയാ. ദിനേശൻ ഇതിലൊരു കാഴ്ചക്കാരൻ മാത്രമാ. അമ്മ തീരുന്നത് എന്റെയും കാര്യമാണെന്ന് ആർക്കും അറിയില്ല. ഇതൊന്ന് കഴിഞ്ഞു കിട്ടുമ്പോ ദിനേശന്റെ കളികൾ കവിതയും കാഞ്ചനയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. വള്ളിയമ്മേ, സ്ഥലം ആയില്ല മോളെ. മോളെ ധൈര്യമായിട്ടിരിക്ക്, ഞാൻ പറയാം. ഫോണിൽ റേഞ്ച് കിട്ടൂല. ഹലോ. ആ സിസ്റ്ററെ, ഞാൻ സഞ്ജുവാ. എന്താ സഞ്ജു? ഒരു വിവരം അറിയാനാ ഞാൻ വിളിച്ചത്. എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ പറഞ്ഞതാണല്ലോ. ഇനി പുതിയതായിട്ടൊന്നുമില്ല. എനിക്കറിയേണ്ടത് നമ്മൾ നേരിട്ട് സംസാരിച്ച കാര്യങ്ങൾ സിസ്റ്റർ അമ്മുവിനെ വിളിച്ച് അറിയിച്ചോ എന്നാണ്. സിസ്റ്റർ കള്ളം പറയരുത്, എനിക്കത് അറിയണം. ഞാൻ അതെല്ലാം അവളോട് പറഞ്ഞു. അവൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അമ്മു യൂസ് ചെയ്യുന്ന ഫോൺ സിസ്റ്റർ കൊടുത്താണെന്ന് എനിക്കറിയാം. എനിക്ക് ആ ഫോൺ നമ്പർ ഒന്ന് വേണം. സോറി സഞ്ജു. സഞ്ജു എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും നമ്പർ ഞാൻ തരില്ല. അവള് പോയ സ്ഥലത്തെ അഡ്രസ് കയ്യിലുണ്ടല്ലോ, അത് മതി. സഞ്ജു അവളുടെ പിന്നാലെ പോകില്ലെന്നാ ഞാൻ അമ്മുവിന് വാക്കു കൊടുത്തിരിക്കുന്നത്. ആ ഒരു വിശ്വാസത്തിലാ അവള് പോകുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ അവള്. ആയിക്കോട്ടെ, ഇനി അമ്മുവിന്റെ കാര്യത്തില് എനിക്ക് ഒരു റോളും ഇല്ല. സഞ്ജു അവളെ കാണാനുള്ള യാത്രയിലാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങള് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കും. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക്. സഞ്ജു, ഞാൻ ഫോൺ വെക്കുക. വീട്ടിൽ നിന്ന് പോയെന്നോ? അവിടത്തെ കുട്ടിയല്ലേ അവള്? ഞാൻ അങ്ങനെയാ കരുതിയത്. നാളെ തന്നെ ആ ഹോം നേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണം. സമയം എത്രയായി മോളെ? 2 മണി കഴിഞ്ഞു. മോളെ, മോക്കിറങ്ങാൻ ഇനി കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ. പ്രകാശേട്ടനെ ഒന്ന് വിളിക്കാൻ ഫോണിൽ റേഞ്ചും ഇല്ല. അവിടെ എന്താ? കെട്ടുമാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവമാ. ഏതോ വലിയ സിനിമാക്കാര് വരുന്ന പരിപാടിയാ. അതായി ആൾക്കൂട്ടം. അതെ, റോഡ് ബ്ലോക്കായിരിക്കുക. ബ്ലോക്ക് മാറാതെ പോകാനാവില്ല. എല്ലാവരും ഇറങ്ങിക്കോ. ഞാനിനി എന്ത് ചെയ്യും? ഇറങ്ങേണ്ട സ്ഥലത്ത് എന്നെയും കാത്തൊരാൾ നിൽപ്പുണ്ട്. വണ്ടി പോവാതെ നമുക്ക് പോവാൻ പറ്റുമോ മോളെ? കണ്ടില്ലേ ആൾക്കൂട്ടം? ഏതോ വലിയ പരിപാടി നടക്കുക. മോള് വാ, നമുക്ക് പോയി ഉത്സവം കാണാം. നിന്നെ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചിട്ടേ വള്ളിയമ്മ പോവൂ. ബാഗ് എടുത്തു. മുത്തുമാരിയമ്മ സ്വാമിയെ തൊഴുതിട്ട് പോകുന്നത് ഐശ്വര്യവാ. ഏതാപത്തിലും സ്വാമി കൂടെ ഉണ്ടാവും. വാ മോളെ.
ഇവിടെ എന്തോ ഉത്സവം നടക്കുകയാണെന്ന് തോന്നുന്നു. അമ്മോന്ന് വണ്ടി ദൈവരെ കിടപ്പുണ്ട്. വാ പോയി നോക്കാം. പാട്ടും പോട്ട് തെമ്മാങ്ക് തേനേ മുന്നിൽ വാ വാ തെൻപാണ്ടി കോലമ. സുന്ദരിയേ സുന്ദരിയേ അതെ അതെ. അല്ല ഞാനിവിടെ ഒരു ഷൂട്ടില്ല, ഞാനിവിടെ ഒരു ഉത്സവത്തിന് വന്നതാണ്. അതെ അതെ കഴിയാറായി. ഹലോ താങ്ക് യു. എന്താ പേര്? ലക്ഷ്മി. ആ നല്ല പേര്. എന്തായാലും ജീവൻ രക്ഷിച്ചതിന് നന്ദി. അല്ല ലക്ഷ്മിക്ക് മനസ്സിലായോ? അറിയാം സാർ. ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ലക്ഷ്മി ഇവിടെ നിൽക്കുക കേട്ടോ. ഞാനേ ലക്ഷ്മിക്ക് ഒരു ഗിഫ്റ്റ് എടുത്ത് വേഗം വരാം. പോലെ
ഗിഫ്റ്റുമായിട്ട് രസിച്ച ആൾക്ക് കൊടുക്കാൻ വന്നപ്പോ ആളെ കാണാനില്ല. ഓ, അമ്പലത്തിൽ പ്രോഗ്രാം കാണാൻ വന്നിരിക്കും അല്ലേ? അതെ സർ. ലക്ഷ്മി എന്നല്ലേ പേര്? അതെ. ഒരു മിനിറ്റ്, അതിങ്ങടുത്തേടാ. അതെ, ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ തോന്നിയിട്ട് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. ഇതാ വാങ്ങിച്ചോ. താങ്ക് യു സർ. അതല്ല, ലക്ഷ്മി ഇവിടെ എന്താ ചെയ്യണേ? ഞാനിവിടെ ഒരു ടീ ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ഓ, അപ്പൊ ഇവിടെ തന്നെയാണോ വീട്? അതെ. അതെ, എന്നെ കൊല്ലാൻ വന്ന ആൾ എന്റെ ശത്രു ഒന്നും അല്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ നമുക്ക് എവിടെ ശത്രുക്കൾ? അത് ഈ നാട്ടിലേതോ ഒരു സൈക്കോ എന്തോ ആണ്. ഇത് ഞാൻ പറഞ്ഞു കേസൊന്നും ആക്കണ്ടെന്ന്. അല്ല, എവിടെ വീട്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണ്ട, ആ സൈക്കോ എവിടെയെങ്കിലും കാണും. കയറാൻ നോക്ക്. കയറിയോ? കയറിയോ? ഓക്കെ അല്ലേ? ക്ലോസ്. ഗൗതം, അയാളോട് ഏറ്റുമുട്ടുന്ന ബുദ്ധിയല്ല. ആളാരാണെന്നറിയാലോ? അയാളുടെ ഗുസ്തിയൊക്കെ അങ്ങ് സിനിമയില്. അയാൾ അവളെ കൊണ്ടുപോയാൽ പിന്നെ നമുക്ക് അവളെ തൊടാൻ പറ്റില്ല. നമ്മൾ ഇത്രയും പേരില്ലേ ദിനേശ? ഞങ്ങൾ ഇപ്പൊ ശരിയാക്കി തരാം. ഒന്ന് ഇറങ്ങ് സാറേ. എന്താ? ഇറങ്ങ്, ഇറങ്ങണം. കേട്ടുവാ. എന്താ? മോളിനകത്തുണ്ടായിരുന്നോ? ഇങ്ങോട്ട് ഇറങ്ങു മോളെ. ഇറങ്ങി വാ മോളെ. ഇങ്ങോട്ട് ഇറങ്ങടി. നടക്കിങ്ങോട്ട് നടക്കാൻ. ഇങ്ങോട്ട് ഓടി. മാറി. ഇങ്ങോട്ട് മാറി.